പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി ദീപാലംകൃതമായി അയോധ്യ നഗരിയും ക്ഷേത്രവും പ്രവേശന കവാടവും പൂക്കളാൽ അലങ്കരിച്ച ചിത്രങ്ങൾ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് പുറത്തുവിട്ടു. ചടങ്ങിന് മുന്നോടിയായി രാം കി പൈഡിയും ക്ഷേത്ര സമുച്ചയവും ദീപങ്ങളാൽ അലങ്കരിച്ചു. സരയൂ നദിക്കരയിലെ 32 സ്നാനഘട്ടുകൾ ഉൾപ്പെടുന്നതാണ് രാം കി പൈഡി. പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുമെന്ന വിശ്വാസത്തോടെ ഭക്തർ ഇവിടെ എത്തി സ്നാനം ചെയ്യുന്നു. രാമക്ഷേത്രത്തിനൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് രാം കി പൈഡിയും. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി ഇവിടെ ലൈറ്റ് ആൻഡ് ലേസർ ഷോ സംഘടിപ്പിച്ചിരുന്നു. കണ്ണഞ്ചിപ്പിക്കുന്ന പുഷ്പാലങ്കാരങ്ങളുമായി ക്ഷേത്രവും രാമജന്മഭൂമിയും പ്രതിഷ്ഠാ ചടങ്ങിനായി ഒരുങ്ങിക്കഴിഞ്ഞു. ചടങ്ങിൽ വിതരണം ചെയ്യാനുള്ള പ്രസാദം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. 11,000-ത്തിലധികം വരുന്ന അതിഥികൾക്കും ക്ഷണിക്കപ്പെട്ടവർക്കും വിശിഷ്ട സമ്മാനങ്ങൾ നൽകാനുള്ള ക്രമീകരണങ്ങൾ ശ്രീരാമക്ഷേത്ര തീർത്ഥ ട്രസ്റ്റ് നടത്തുന്നുണ്ട്. ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് 2 സമ്മാനപ്പൊതികളാണ് നൽകുന്നത്. മോത്തിച്ചൂർ ലഡു പ്രസാദവും തുളസിയിലെയും രാമജന്മഭൂമിയിലെ മണ്ണും സരയൂ നദിയിലെ ജലവും മതഗ്രന്ഥങ്ങളുമാണ് സമ്മാനമായി വിതരണം ചെയ്യുന്നത്. നാളെയാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ്. എല്ലാ കണ്ണുകളും അയോധ്യയിലേക്കാണ്. വർഷങ്ങൾ കാത്തിരുന്ന നിയമ പോരാട്ടത്തിനും കാത്തിരിപ്പിനുമാണ് പ്രാണപ്രതിഷ്ഠയോടെ പരിസമാപ്തിയാകുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.